യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ മോദിക്ക് മൂന്നാം തവണ അവർക്ക് പോസിബിലിറ്റിയാണ്. കാരണം എല്ലാം കോൺഗ്രസിൻ്റെ ഒന്നും ഇല്ല. പിന്നെ കോൺഗ്രസ് വലിയ പാടാണ്. യുദ്ധം ഉണ്ടാക്കാതിരിക്കാനും പറ്റിയല്ല. കാരണം അവര് ഇസ്രായേൽ കാണിക്കുന്ന പോലെ യുദ്ധം ഉണ്ടായാലേ പ്രധാനമന്ത്രിക്ക് ഒരു പവറുള്ളൂ. യുദ്ധം ഉണ്ടായി ജയിച്ചു നിൽക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ യുദ്ധം കഴിയാത്തത് കൊണ്ടല്ലേ. കൃപാസനം സ്ഥലം കലവൂര്. ആക്റ്റീവ് അല്ലേ ഷൈനി? പക്ഷെ എനിക്കത് പെട്ടെന്ന് അത് മോളാണോ എന്നൊക്കെ ഒരു സംശയം വരെ വന്നായിരുന്നു. അത്രയും ഇടപെട്ട് പ്രായമുള്ള മോളുണ്ടോ? 12ാം ക്ലാസ്. എല്ലാം ഹൈറ്റുള്ള മതിലാണ് വെച്ചിരിക്കുന്നത്. അകത്തൊന്നും കാണരുത്. അകത്തൊന്നും മതിൽ വലുതായിരിക്കും. We are in പൊടിയാടി. പവർ സേവറാണ്. സ്ക്രീൻ കാണിക്കുക റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. ഇവിടുന്ന് റൈറ്റ് അല്ലേ ഷെനി പറയുന്നത്? അതാ തിരുവല്ല കട്ടവണ. അവിടെ ചെന്നാലേ നമുക്ക് കയറാൻ പറ്റും. ഇത് പൊടിയാടി. ഇവിടെ പമ്പാ നദി ഇതിൻ്റെ തൊട്ട് പുറകെ കൂടെ ഒഴുകുന്നു. പമ്പായുടെ സൈഡിലാണ് പുളിക്കീഴ് ഫാക്ടറി.
അവിടുന്ന് ലെഫ്റ്റ് അല്ലേ ഷൈനി പറഞ്ഞത്? നീ നോക്കുന്നുണ്ടോ? ഇവിടെ ലെഫ്റ്റ് ടൗണിൽ നേരെ എന്നിട്ട് ലെഫ്റ്റ്, പിന്നെ ഉടനെ റൈറ്റ് ആവും. റൈറ്റ്. നീ അങ്ങനെ തിരുവല്ലയ്ക്ക് അധികം വരാറില്ലായിരുന്നു ഷൈനി? അതോ ഞങ്ങൾ തിരുവല്ല കുറവായിരുന്നു. ആ ജസ്റ്റ് അപ്പുറത്തെ സൈഡിൽ കൂടെ മലപ്പുള്ളി തിരുവല്ല വന്നങ്ങ് പോയി. ഇങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തേ. ആ ആശുപത്രി പലപ്പോഴും സാഹിബിന്റെ ആശുപത്രി അതെ അതെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആരും വരത്തില്ലായിരുന്നു. സാഹിബിന്റെ ആശുപത്രി. അന്നേരം ബിൽവേഴ്സ് മെഡിക്കൽ കോളേജ് അന്നേരം ഉണ്ടോ? ഇല്ല ഇല്ല, ഇതൊക്കെ ഞങ്ങൾ അങ്ങ് പോയപ്പോൾ ബിജുവസിൻ്റെ ചിലപ്പം അബുദാബിയിലൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ പണി തുടങ്ങി കാണുമോ. ശബരിമല തന്ത്രിമാരൊക്കെ ഈ തിരുവല്ലയിൽ നിന്നും ഇവിടെ പന്തളവും ഇത്തിരി പുരാതനമായ അതെ കഴിഞ്ഞ പ്രാവശ്യത്തെ തൃശ്ശൂരുകാരനായിരുന്നു. തൃശ്ശൂരായിരുന്നല്ലേ? ചെറുപ്പക്കാരനായിരുന്നല്ലേ? ഭയങ്കര പൈസ കിട്ടുന്ന പരിപാടിയല്ലേ? കോടിക്കണക്കിന് രൂപ കിട്ടും. കുടുംബം റെസിപ്റ്റ് ഇല്ലാതെ കിട്ടുന്ന പൈസ മൊത്തം പുള്ളിക്കുള്ളതാണല്ലോ കാണിക്ക് വരുന്നത്. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു സ്വർണ്ണമൊക്കെ കൊണ്ട് ചുമ്മാ കമത്തുവാ. അതിനടിപൊടിയാ അവിടെ തന്ത്രിയാകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണും. ആകാൻ വേണ്ടി പൈസ കൊടുത്താൽ കയറുന്ന പരിപാടിയൊക്കെ കാണും. അറക്കടപ്പെന്നൊരു പേരും. നനച്ചിരിക്കുക അവരെ കണ്ടല്ലേ ഷൈനി? പുള്ളിക്ക് ഹാപ്പിയായി നമ്മളെ കാണുമ്പോഴേ. ആ സെക്കൻഡ് ജനറേഷനിലെ പിള്ളേർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള 1-2 പേരേ ഉള്ളൂ നമ്മളെയൊക്കെ കാണുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നു. കൗണ്ടറാണിത്. ടൗണിലോട്ട് കയറുക. ബൈപ്പാസ് അല്ല ഇത്, സ്ട്രൈറ്റ് പഴയ എം സി റോഡിലോട്ട് കയറാൻ പോയി. KP യോഹന്നാൻ നിങ്ങൾ എവിടെ ആയിരുന്നോ അമേരിക്കയില്? ഡാലസിലായിരുന്നു. ഡാലസ് വെച്ചാൽ മരിക്കുന്നത്. എന്തായാലും പൈസ അല്ലേ നടക്കാൻ പറഞ്ഞു. വേറെ എന്ത് രോഗമാണെങ്കിലും പുള്ളി രക്ഷപ്പെടുത്തിയാണ്. അതിനൊരു സംശയമില്ലാത്ത ആളുകൾ. വേറെ എന്ത് രോഗം വരുന്നെങ്കിലും അവരെങ്ങനെയൊക്കെ ചിലപ്പോൾ തല മാറ്റി വെച്ചിട്ടാണെങ്കിലും രക്ഷപ്പെടുത്തിയാണ്. പക്ഷെ പുള്ളിയെ വേണ്ടെന്നുള്ള രീതിയിലായിരുന്നു. അവർക്ക് ഒന്നിറങ്ങി കിട്ടണമെന്നുള്ള രീതിയായിരുന്നു. കാരണം എന്നാലും മറ്റുള്ളവർക്ക് ജീവിക്കാനേ, ആർക്ക് താഴെയുള്ള അവർക്ക് വിധം വെക്കാനേ ആ സാധനവും എല്ലാം പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ. പുള്ളി സ്വന്തമായിട്ട് മെത്രാനായി. വീട്ടുകാർക്കും ഇല്ല, പുള്ളിക്കും ഇല്ല, ഭാര്യയ്ക്കും ഇല്ല. ഭാര്യ ഒരു ഫോറിനറൊക്കെ ആയിരുന്നല്ലോ, അമേരിക്കയിലായിരുന്നല്ലേ. അവരെല്ലാം ശരിക്കും വഷളാക്കി കളഞ്ഞു. കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലും അതെ ഭയങ്കര ഹോസ്പിറ്റലും ചെറുവള്ളി എസ്റ്റേറ്റ് തന്നെ പറഞ്ഞാൽ പിണറായി വിജയൻ അത് വേണമായിരുന്നല്ലോ. അതല്ലേ പുള്ളിയുടെ എന്തോ ടൈപ്പ് ഉണ്ട് അവര് തമ്മിൽ. ഇത്ര വർഷങ്ങൾക്ക് ശേഷം തിരുവല്ലയ്ക്ക് ഇതുവഴിയൊക്കെ ഒന്ന് വരുന്നറിയാം. ഒത്തിരി നാളുകൂടെ തിരുവല്ലയിൽ ഈ വഴിക്കൂടെ ഒന്ന് വരുന്നു. സ്വന്തം നാടൊന്ന് വട്ടക്കറ കാണാൻ പറ്റിയില്ലേ? നമുക്കെല്ലാവരും ഇപ്പം നമ്മുടെ എം സി റോഡിലോട്ട് കയറാൻ പോവാം. അതായത് 12 റോഡാണ് അത്. ഇത് തിരുവല്ല കേട്ടോ. ഇവിടെ ശീമട്ടി ഇത് കഴിഞ്ഞ കോട്ടെ നമ്മൾ റൈറ്റിലോട്ട് മലപ്പള്ളി റോഡിലോട്ട് അല്ലെ കൊഴിഞ്ഞ റോഡിൽ തിരിയും. ശബരിമല റോഡല്ലേ?
മിനിയാന്നോ? കൊല്ലം പോയിട്ട് ഇതിലേ വന്നു. ഇതുകൊണ്ടാ ജോളിയിൽ സിൽക്സ്. ജോളി സിൽക്സ് ഇതും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. ജോയ ലുക്കാസും ജോളി സിൽക്കും കൂടെയാണ്. അതെ അതെ. അത് വൈഫാണോ? ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ അന്നേരം വണ്ടി ഇരുന്ന് പറഞ്ഞു ജോളി വൈഫായിരിക്കും. ഇല്ലെങ്കിൽ ആലക്കാസ് സ്വർണ്ണമായിരിക്കും. ജോയി ആലക്കാസിന്റെ അതെ അതെ. സ്വർണ്ണം വെഡിങ് സെന്ററാ ഇതെല്ലാം. വെഡിങ്ങിന്റെ ഐറ്റംസ് തുണി സ്വർണ്ണം കൂടെ ആയിരിക്കും. ഒരിടത്ത് വന്ന് എല്ലാം മേടിച്ചോണ്ട് പോകാൻ വേണ്ടിയുള്ള അതിനോടൊരു വലിപ്പമില്ല അത്. രണ്ടും കൂടെ വെഡിങ് സെന്റർ ആകുമ്പോൾ ഇതിനുള്ള മാത്രം മതിയല്ലോ അല്ലേ? ചുമ്മാ എല്ലാവർക്കും ഉള്ളത് വേണ്ടല്ലോ. ബിസിനസ്സിന് ഓരോ ട്രെൻഡ് ഉണ്ടാക്കി. കുറുക്കെ ആടി ഓടിയല്ലോ. ഈ റൈറ്റിലോട്ട് പോകുമ്പോ ഇപ്പൊ മല്ലപ്പള്ളി റോഡാണോ? അല്ല, തിരുവല്ല കൊഴിഞ്ചേരി റോഡിലോട്ട്. നിനക്ക് അങ്ങോട്ടാണോ കാണിക്കുന്നത്? അങ്ങോട്ടാ കാണിക്കുന്നത്. റൈറ്റിലോട്ട് വള്ളംകുളം അങ്ങോട്ടാണ് കാണിക്കുന്നത് അല്ലേ? എറണാകുളം പോകണ നേരെ അതിലേ പോകും. അതെ അതെ. കോട്ടയം. കോട്ടയം. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഇവിടെയല്ലേ? ഇവിടെ മറ്റേ സായിപ്പിന്റെ അല്ലെങ്കിൽ എന്താ പറയുക ശരി, അതിന് സായിപ്പിന്റെ ആശുപത്രി. അതിനൊരു വേറൊരു ഇംഗ്ലീഷ് പേരുണ്ട്, മിഷൻ ഹോസ്പിറ്റൽ. അതിന് സായിപ്പിന്റെ പണ്ട് മുഴുവൻ സായിപ്പുമാർ മാത്രമേ ഉള്ളായിരുന്നു. അവരാണോ ഡോക്ടർമാർ? എല്ലാ ഡോക്ടറും നഴ്സസ് സ്ഥാപിച്ച ഡോക്ടേഴ്സും നേഴ്സസും എല്ലാം അവർ തന്നെയായിരുന്നു. ഇവിടെ റൈറ്റ് പോകാൻ പറ്റുമോ? ഇത് ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. നമുക്ക് നേരെയല്ലേ വണ്ടി? ആ വഴി വളഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ വരണ്ടേ? ആണോ? അത് ബസ് സ്റ്റാൻഡായിരുന്നു. ഇത് റെയിൽവേ ലൈനാണ്. അതിലെ ക്രോസ് ചെയ്തു അങ്ങോട്ട് എല്ലാവരും തോന്നുന്നല്ലേ? അങ്ങനെ കാണിച്ചത്, വളഞ്ഞ കാണിച്ചത്. ഇതുപോലെ വൺ വേ വല്ലതുമായിട്ടാണ് അവരിങ്ങനെ വളച്ചു വിട്ടിരിക്കുന്നത്. ഇതുവഴി റൈറ്റ് പോകാനാണ്. ഇച്ചിരി റോഡ് മക്കളുണ്ട് ഈ സ്ഥലം. ബസ് സ്റ്റാൻഡ്. ഓ, ഗുണക്കേവോ? അതെന്താ സംഭവം? ഫെസ്റ്റ് കണ്ടോ? ഫെസ്റ്റ് ഉണ്ടല്ലേ? ഗുണാക്ക മറ്റേ പുതിയ മഞ്ഞുമ്മൽ ബോയ്സ് പടം വന്നില്ലേ? സിനിമ വന്നല്ലേ? അതിന്റെ ഒരു കോപ്പിക്കാരല്ലേ? കൊടൈക്കനാലുള്ള ഒരു സംവിധാനമാണ് ഗുണാക്കേവോ. അതിന്റെ ഒരു ട്രിപ്ലിക്ക ഇവിടെ ഉണ്ടാക്കി. കവിയൂർ ടെമ്പിൾ. അതില് നമുക്ക് നേരെ വരായിരുന്നു. അതിൽ 100 കിട്ടേണ്ട കേസേ ഉള്ളൂ. നമ്മളെ അറിയത്തില്ലാത്ത വഴി പെടണ്ടല്ലോ. റെയിൽവേ പിടിച്ച് നേരെ കയറി വരായിരുന്നല്ലേ? നമ്മൾ അതിലാണ് ചിലപ്പോൾ വൺ വേ ആയിരിക്കും കേട്ടോ. വണ്ടി വരുന്നുണ്ട്. നമ്മളിപ്പം 100 മീറ്ററിന്റെ കേസേ ഉള്ളൂ. അത് പോയി ഇനിയിപ്പോ. അതെ അതെ. മാപ്പുകാർ ചില സമയത്ത് അങ്ങനെയൊക്കെ കാണിക്കും. ഇനി എത്ര മൈല് കാണിക്കുന്നുണ്ട്? 4.5 കിലോമീറ്റർ ഓടും. മൈല് കണക്കാണ് 2 മൈല്. അതെ അതെ. ഇതുപോലെ റൈറ്റ് സൈഡിലാണ് വീട് കേട്ടോ. ഈ പോകുന്ന വഴിക്കാണോ? ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് വണ്ണക്കുളം. ഒരു വലിയ ആൽമരം ഒക്കെ മുമ്പിലുണ്ട്. ടാക്സി സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് പോലെ. ഒരു ബൈബിൾ സൊസൈറ്റിയുടെ കണ്ടില്ലേ? ഉണ്ടായിരിക്കണം. വെള്ളംകുളം ചെല്ലുന്നതിന് മുമ്പാണോ? അതൊന്നും ഇടാം. പക്ഷേ ഇനി ബൈബിൾ സൊസൈറ്റി വള്ളംകുളം ഗൂഗിളില് ഇത് കവിയൂർ CSI ചർച്ച് ഇട്ടേക്കില്ലേ ഇപ്പം? നീ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് ആ വീട്ടുപേര് ചോദിച്ചാൽ മതിയല്ലോ. അവിടെ മരിച്ച വീട് ഏതാണ്? ഞാൻ ഇട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി വാഴൂർ റോഡിൽ നിന്ന് KK റോഡിലോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ
ഇത് ഞാനും ആദ്യമായിട്ടാണ് ഗൈസ് ഈ വഴി വരുന്നത്, അതുകൊണ്ട് എനിക്കും അറിഞ്ഞൂടാ ഗൈസ് ഈ വഴിയെ കുറിച്ച്. നമുക്ക് ഒരുമിച്ച് കാണാം. ദിസ് ഇസ് മാന്തുരുത്തി ഗൈസ്, മാന്തുരുത്തി. നമ്മളിപ്പോൾ KK റോഡിലോട്ടാണ് പോകുന്നത്. കോട്ടയം കുമളി റോഡ്. ചർച്ച് ഇവിടാണ് ഗൈസ്. മനോഹരമായ വീട് ഗൈസ്. തേക്കടിക്കും തേക്കടി വഴി നേരെ തമിഴ്നാട്ടിൽ പോകും. കമ്പം, തേനി, ശബരിമല, കുറെ മനോഹരമായ വീടുകളുണ്ട് ഗൈസ്. മൂന്നാറ്. മനോഹരമായ വീടുകൾ. ആ വീടിന്റെ പണി കഴിഞ്ഞെന്നാണോ പറഞ്ഞത് ജോലിയുടെ? ഏകദേശം തീരാറായില്ല. മലയുടെ മണ്ടയ്ക്ക് ജോജിയുടെ ഹോസ്റ്റലിൽ ഈ ഭാഗത്ത് അങ്ങനെ ഒരു വലിയ ലേക്ക് കിച്ചൺ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഗൈസ്. ഗൈസ് ഒരു വലിയ പാർക്കാണ് ഗൈസ്. ഇത് സ്പോർട്സ് ഹബാണ് ഗൈസ്. ഇത് ഇതിപ്പോൾ മയിലാടിയാണ് ഗൈസ്. മയിലാടി സ്ഥലം, മയിലാടി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടുത്തെ ഒരു ഗവൺമെന്റ് UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ മയിലാടി.
ചിത്ത കഴിയുമ്പോഴത്തേക്കും കാഞ്ഞിരപ്പാറ ഒരു ഉൾപ്രദേശം പോലെ ആണ് guys. കുന്നത്തിനുള്ള വഴി. സൈക്കിളേ വരുവായി ആ കണ്ണാഴ്ചത്തിലൊരു കൂട്ടുകാരൻ്റെ ഫാദർ അഡ്മിറ്റായിരുന്നു. ഞാൻ ചോറ് കൊണ്ടുവരുന്നത് ഓ ഓ ഇത് ആശുപത്രിയാണ്. ഇത് അങ്ങനെ ആശുപത്രി. അന്ന് കങ്ങലെ കവല വരാതെ നമുക്ക് നെടുമ്പത്ത് നേരിട്ട് ചോട്ടിക്കൽ വരെ മറ്റേ കോളേജ്. ഇപ്പോഴാണ് guys ഇവിടെ റോഡൊക്കെ വന്നത്. സെറ്റിൽമെന്റ് കോളനികളായിരുന്നു എല്ലാവരും. അടിമകളെ സെറ്റിൽമെന്റ് കോളനിയായിട്ട് അവരുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് സാഹിബന്മാർ പ്രദേശമാണ് guys ഇത്. കാട് പ്രദേശം. ബസ് റൂട്ടായിരിക്കും. ഇത് ബസ്സല്ല, മറ്റേത് ബസ്. ഇതായിരിക്കാം സാധ്യത. ഇതല്ല. അങ്ങനെ ടാറിട്ടല്ലേ. ആ അതെ. മറ്റേ Guys, ഒരു മനോഹരമായ വീട് guys. നിലം പൊടിഞ്ഞ നിലം പാറ നിലം പൊടിഞ്ഞ ഇവിടെ അടുത്ത് തന്നെ അല്ലേ? ബാക്കിലായിരുന്നു. ആയിരുന്നോ? അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. ആ അപ്പുറത്തായിരുന്നു. ആ കുഴപ്പമില്ല. അതെ അവിടെ ബാക്കിലൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്കൂട്ടർ ഉണ്ടായിട്ടില്ലേ? റോഡിന് സെൻട്രൽ ലൈൻ ഇട്ടിട്ടുള്ളതാണ് ഇത്. അതോ ആ ഏതാണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. ചക്കപ്പഴം നിന്ന് കഴിയാം. നിലം
നിലം പൊടിഞ്ഞു, എന്തോ പൊടിഞ്ഞു, എന്തോ പൊടിഞ്ഞിട്ടുണ്ട്, അതാണ് അങ്ങനെ ഒരു പേര് വരാൻ കാര്യം. നിലം പൊടിഞ്ഞു. വീട്ടിൽ മൊത്തം വഴിപ്ലാക്കൾ. കേട്ടിട്ടുള്ള വഴിപ്ലാക്കല് മറ്റേ നെടുങ്ങോത്തെ സെന്റ് ആൻഡ്രൂസ് ചെറിയ നിലം പൊടിഞ്ഞ ഈ ബോർഡായിരുന്നു, അത് ആ ബോർഡെല്ലാം വിട്ടു. ഞാൻ നോക്കിയായിരുന്നു. വാ അല്ല, സാഹിബന്മാർക്ക് ഒരു സ്കൂൾ വെക്കാൻ കണ്ട സ്ഥലത്തിന്റെ യുനോ അവരെ എന്തെങ്കിലും എന്തെങ്കിലും റീസൺ കാണും. എന്തെങ്കിലും reason. ഞാൻ പറഞ്ഞ കരിക്കാനൊരു ഒരു സ്കൂളിന്റെ അന്നത്തെ കാലത്ത് അതിന്റെ ഫ്രണ്ട് അപ്രോട്ടായിരുന്നു. കണ്ടില്ലേ, അതിന്റെ ബാക്ക് സൈഡിലെ കുശിനിപ്പേരാണ് ഇപ്പൊ ഫ്രണ്ട് വന്നത്. അതെ, അപ്പൊ അങ്ങോട്ട് ഫേസ് ചെയ്ത, അപ്പൊ അതുവഴിയായിരുന്നു ആൾക്കാർ കയറി വന്നത്. അപ്പൊ അന്ന് ഈ മെയിൻ റോഡൊന്നും ഇല്ലായിരുന്നു. എന്റെ ഇത് പഞ്ചായത്തുകാർ കണ്ടില്ലേ? അത് അല്ല, ഇതേതാണ്ട് വെള്ളത്തിന് വേണ്ടിയാണ് കുഴിച്ചവ ലൈൻ, ഇത് ഈ സൈഡ് പൊട്ടിച്ചവ. ഇത് കോൺക്രീറ്റ് ആയിരുന്നു. അത് ഈ പുതിയ ജല പദ്ധതിക്ക് വേണ്ടി വല്ലോ ഇങ്ങനെ. വി ആർ ഓൾമോസ്റ്റ് റീച്ച് CSI ചോദിച്ച് നിലം പൊടിഞ്ഞ നമ്മുടെ അമ്മച്ചി ഈ മല കയറിയാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അമ്മച്ചി ഓൾറെഡി പഠിച്ചതായിരുന്നു, പഠിപ്പിക്കാൻ പോകും. 2 പള്ളിയോ CMSRT സ്കൂൾ. നിലം പൊടിഞ്ഞു. ഗേറ്റ് ഉണ്ടോ? ഞങ്ങൾ ഇല്ല, ഞാൻ അകത്തോട്ട് അയ്യോ, ഇത് വെള്ളം. ഒരു മിനിറ്റ്, ബാക്കിൽ ഒരു ചേച്ചി ഉണ്ടേ. ടീച്ചറുണ്ടോ ഇവിടെ? പുറത്തെ ചേച്ചിയോട് ഒന്ന് കുറച്ചിരി പുറകോട്ടാക്കാവുന്നു. ഇച്ചിരി ഒന്ന് പുറകോട്ടാക്കാവോ?